ഗൈസ് ഇന്നലെയായിരുന്നു വിവോ V15 സീരീസ് ലോഞ്ച് ആയിരിക്കുന്നത്. വിവോ V14 സീരീസ് വെച്ച് നോക്കുമ്പോൾ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എന്നിരുന്നാലും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിന്ന് വിവോ V15 കുറിച്ച് നോക്കാം. ഇത്തവണ കഴിഞ്ഞ തവണ വന്ന പോലെ വിവോ V40 Pro എന്നിങ്ങനെ രണ്ട് മോഡലുകളില്ല. ഇത്തവണ ഒറ്റ മോഡലേ ഉള്ളൂ, വിവോ V15 എന്ന് പറയുന്ന ഒറ്റ മോഡലാണ് ഇന്ത്യയിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയാം. ആദ്യം 6.77 ഇഞ്ച് വരുന്ന ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഏകദേശം 1.6 ബില്യൺ കളേഴ്സൊക്കെ വരുന്ന ഒരു 120 Hz റിഫ്രഷ് റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ HD+ റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. മറ്റേ 1.5K റെസൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു 2K ഡിസ്പ്ലേ ഒന്നും അല്ല വന്നിരിക്കുന്നത്. നോർമൽ ഒരു 20,000 രൂപ അല്ലെങ്കിൽ ഒരു 15,000 രൂപ റേഞ്ച് വരുന്ന ഒരു ഫോണിൽ കിട്ടുന്ന ആ ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. പക്ഷേ കർവ്ഡ് ആയിട്ടുള്ള 3D AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഇത്തവണ നമുക്ക് കോഡ് കർവ്ഡ് ആണ്. സാധാ വിവോ V14 നമുക്ക് കണ്ടിരുന്നത് രണ്ട് സൈഡ് മാത്രമായിരുന്നു കർവ്. എന്നാൽ ഈ തവണ 4 സൈഡിലും കർവായിട്ടുള്ള ഒരു എടുത്ത് നിൽക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടി വിഷ്വൽ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വെറും ഫുൾ HD റെസൊല്യൂഷൻ ആണെങ്കിൽ പോലും കൂടിയ റെസൊല്യൂഷൻ ഒന്നും കിട്ടുന്നില്ല. എന്നാലും നമുക്കൊരു കോഡ് കർവ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതൊരു എടുത്തു പറയേണ്ട വ്യത്യാസമായിട്ട്. പിന്നെ IP60 റേറ്റിംഗ് ആണ് ഇത്തവണ IP റേറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്ന. IP68ഉം 69ഉം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒരു വെള്ളം ഒന്നും നനഞ്ഞാലൊന്നും അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും പറ്റില്ല. കുറച്ചും കൂടി സേഫായിട്ട് വാട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ന് വെച്ച് നിങ്ങൾ വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാലോ വെള്ളത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ വാറണ്ടി കവർ ആവില്ല. അപ്പോൾ അത് ഉപയോഗിക്കണം. IP68 കിട്ടുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾ ഉടനെ ചെന്ന് വെള്ളത്തിൽ മുക്കിയിട്ടുണ്ടെങ്കിൽ ഫോൺ പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു റേറ്റിംഗ് തരുന്നതിനും ഒരു ടൈമിംഗ് ഉണ്ടാവും. കാരണം ഇതിന് ചുറ്റുമുള്ള ഒരു ബീഡിങ് ഉണ്ടാവും, വെള്ളം കയറാതിരിക്കാനുള്ള. ഈ ബീഡിങ് നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഹീറ്റ് ആവുകയും ആ ഹീറ്റിങ്ങിലുണ്ടാകുന്ന ചേഞ്ച് മൂലം ഇതിലൂടെ വെള്ളം കയറാം. അതുപോലെ ഒരിക്കൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും വെള്ളം കയറാം. അപ്പം അതുകൊണ്ട് ആ കിട്ടിയ പാടെയുള്ള ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു റേറ്റിംഗ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുക. അതിനുശേഷം നിങ്ങൾ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ വെള്ളം കയറും. അപ്പോൾ അതുകൊണ്ട് അതാരും ചെയ്യാതിരിക്കുക. കാരണം IP റേറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു പേരിൽ മാത്രമേ ഉള്ളൂ, വാറണ്ടി ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. വാറണ്ടി ആയിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ. സോ അത് അടക്കട്ടെ. ഇനി ക്യാമറയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 50 MB മെയിൻ ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഇത്തവണ രണ്ട് ക്യാമറകളും 50 MB തന്നെയാണ് വന്നിരിക്കുന്നത്. സൈസിൻ്റെ ആ ഒരു ലെൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആയതുകൊണ്ട് ആ ഒരു ക്വാളിറ്റിയുള്ള ഇമേജുകൾ നമുക്ക് കിട്ടും. ഓക്കെ, ക്യാമറയിൽ നല്ല അടിപൊളി ഇമേജുകളാണ് കിട്ടുന്നത്. സൈസിൻ്റെ കുറേ സ്റ്റൈലുകളുണ്ട്. അതുപോലെ വെഡ്ഡിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞ സ്റ്റൈലൊക്കെ വരുന്നുണ്ട്. വീഡിയോയിൽ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ വീഡിയോ അത്ര പോരാ. ഫോട്ടോഗ്രാഫി വെച്ച് നോക്കുമ്പോൾ ഫോട്ടോഗ്രാഫിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. അത് ഓഫ്ലൈൻ എന്ന രീതിയിൽ മാത്രമാണ് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഓൺലൈൻ എന്ന രീതിയിലാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള പല കമ്പനികളും ഉണ്ട്, ബെറ്റർ ആയിട്ടുള്ളതുണ്ട്. ഈവൻ സാംസങ് ഉണ്ട്. സാംസങ്ങിൽ ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഓഫ്ലൈനിൽ എടുക്കുകയാണെങ്കിൽ മാത്രമേ നല്ല ഫോണുകളുള്ളൂ. ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ മറ്റു ഒരുപാട് കമ്പനികളുടെ ഉണ്ട്. 35,000 രൂപ റേഞ്ചിലേക്ക് ഇതിലും പെർഫോമൻസ് ഉള്ള, ഇതിലും ക്യാമറയുള്ള, ഇങ്ങനെ വീഡിയോഗ്രാഫിക്കൊക്കെ പറ്റിയ ഫോണുകളുണ്ട്. ഓക്കെ, ഞാൻ ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിയൊരു ഫോട്ടോഗ്രാഫി മറ്റേ X200 പ്രോയിലേക്ക് കിട്ടുന്ന പോലെ ആ ഒരു ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഇത് വിവോയുടെ പ്രോസസ്സായിട്ടുള്ള ഒരു സാധാ 50 MB ക്യാമറയുള്ള ഫോണിൽ എടുക്കുന്ന ആ ഒരു ക്വാളിറ്റി മാത്രം പ്രതീക്ഷിച്ചാൽ മതി. കാരണം ബാക്കിയൊക്കെ വിവോയുടെ ആ ഒരു വെളുപ്പിക്കലാണ്, പ്രോസസ്സിങ്ങിലാണ് ആ ഒരു ക്വാളിറ്റി കാണിക്കുന്നത്, ആ കളറിങ്ങൊക്കെ ഭയങ്കരമായിട്ട് കാണിക്കുന്നത്. പിന്നെ മെയിൻ ക്യാമറയാണ് 50 MB. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിളും ഉണ്ട്. 50 MB തന്നെയാണ് അൾട്രാ വൈഡ് ആംഗിൾ. സെൽഫി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ 50 MB തന്നെയാണ് സെൽഫി ക്യാമറ വരുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് 4K 30 FPS ആണ് മാക്സിമം വീഡിയോ എടുക്കാൻ പറ്റുന്നത്. പിന്നെ ആ സിനിമാറ്റിക് മോഡ് അതൊക്കെ വരുന്നുണ്ട്. പഴയുള്ള ആ ഒരു സിസ്റ്റം എല്ലാം വരുന്നുണ്ട്. പിന്നെ UIയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫൺ ടച്ച് 15 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് കിട്ടുന്നത്. നമുക്ക് ഏകദേശം 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് കമ്പനി പ്രോമിസ് ചെയ്യുന്നത്. ഓക്കെയാണ്, 3 വർഷം ഓക്കെയാണ്. ഇപ്പോൾ എല്ലാ കമ്പനികളും 3-4 വർഷങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഓക്കെ, വിവോയും കുഴപ്പമില്ല. പണ്ട് 2 വർഷമായിരുന്നു, ഇപ്പോൾ 3 വർഷം ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 6000 mAh സിലിക്കൺ ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 90 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും അടിപൊളിയാണ്. ഇത്രയും ബാറ്ററി 6000 mAh വന്നുകൊണ്ട് തന്നെ വളരെ ലൈറ്റാണ്, സ്ലിമ്മാണ്. കാരണം വെയിറ്റ് ഒന്നും അധികം ഒന്നുമില്ല, ഓവർ വെയിറ്റ് ഒന്നുമില്ല. ഇത് 3 കളറിലാണ് വരുന്നത്. ഒന്ന് റെഡ്, ബ്ലൂ. ഇതിൽ ഈ റെഡും ബ്ലൂവും ബാക്ക് സൈഡ് ഗ്ലാസ് ആണ് വരുന്നത്. ഒരു ബ്ലാക്ക് ഉണ്ട്, ടൈറ്റാനിയം ഗ്രേ ഉണ്ട്. ഈ ടൈറ്റാനിയം ഗ്രേ മാത്രം പോളികാർബണേറ്റ് മെറ്റീരിയലാണ്. സോ ഒരു 10 ഗ്രാമിൻ്റെ കുറവ് ടൈറ്റാനിയം ഗ്രേയിൽ വെയിറ്റ് കൊണ്ട് കുറവുണ്ടാവും. ബാക്കി റെഡും ബ്ലൂവിനും ഒരു 10 ഗ്രാം കൂടുതലും ഉണ്ടാവും വെയിറ്റ്. ഇത് രണ്ടും അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ പ്രൊസറിനെ പറ്റി പറയേണ്ടതാണ് ഒരു ശോകമായിട്ട് തോന്നുന്നത്.
കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ 2 സീരീസുകളിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സെയിം പ്രോസസ്സറാണ് വരുന്നത്. അതും പ്രോസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 20,000 രൂപ റേഞ്ചിലേക്കാണ് ഈ ഒരു പ്രോസർ വരുന്നത്. 7 Gen 3 എന്ന് പറഞ്ഞ പ്രോസറാണ്. 2.6 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. പിന്നെ ഇതിന് ഈ പ്രോസസ്സർ വെച്ച് നോക്കിയാൽ അതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ യൂസ് ഓഫ് സ്റ്റോറേജിൻ്റെ സ്പീഡിൻ്റെ കാര്യത്തിലാണ്. യൂസ് ഓഫ് 2.2 ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോസറിൽ തന്നെ യൂസ് ഓഫ് 3.1 ഒക്കെ വെച്ച് വരുന്ന ഫോണുകളുണ്ടായിരുന്നു. പക്ഷേ അത് റീഡ് റൈറ്റ് സ്പീഡിൽ ഭയങ്കരമായിട്ട് ബാധിക്കും. ഈ 2.2 എന്നൊക്കെ പറയുന്നത് ഒരു 5-6 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 4 കൊല്ലം മുമ്പേക്ക് ഉള്ള പ്രോസറുകളിലായിരുന്നു ഈ 2.2. ഇപ്പോൾ ഒന്നും ഇറങ്ങുന്ന ഒരു പ്രോസറിലും 2.2 ഇല്ല. എല്ലാം 4.1 വരെ വന്നു തുടങ്ങി. കാരണം ഇതിലും കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ 4.1ഉം LPDDR5X റാമൊക്കെ തരുന്ന കമ്പനികളുണ്ട്. പക്ഷേ എന്നാലും വിവോയിൽ ഇത് 2.2 ഒരു 3.1 എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ഫാസ്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴാണെങ്കിലും ഗാലറിയിലുള്ള ഫോട്ടോസുകൾ ലോഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഭയങ്കര ലാഗ് വരും. കാരണം ഫസ്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ അത്ര പ്രതീക്ഷിക്കില്ല. പക്ഷേ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലാഗ് മനസ്സിലായി തുടങ്ങും. എന്നിരുന്നാലും അത് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു. ആ പ്രൊസസ്സർ വെച്ച് നോക്കിയായിരുന്നു. പക്ഷെ എന്നാലും അത് ഒരു 2.2 കൊടുത്ത് ഒട്ടും സമ്മതിക്കാൻ പറ്റത്തില്ല. കാരണം അത് എന്തായാലും മോശമായിപ്പോയി. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊസസ്സറിൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. ഇതിലെടുത്ത് പറയത്തക്ക രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഡിസ്പ്ലേ എല്ലാം ഇപ്പോഴും ഉള്ള പോലെ തന്നെ കോഡ് കർവ് ഡിസ്പ്ലേ തന്നെ. ഇതൊരു 2 വശം കൂടി കർവാക്കി എന്നല്ലാതെ വേറെ കാര്യമായ മാറ്റമൊന്നുമില്ല. പിന്നെ ക്യാമറയും ഉള്ള പോലെ തന്നെ 50 MB ട്രിപ്പിൾ ക്യാമറ, നേരത്തെ 50 MB തന്നെയായിരുന്നു. പിന്നെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 6000 mAh ബാറ്ററി പ്ലസ് 90 വാട്ട് ഫാസ്റ്റ് ചാർജറാക്കി. നേരത്തേക്ക് 80 വാട്ടായിരുന്നു, അത് 10 വാട്ടും കൂടി കൂട്ടി. പിന്നെ IP69 റേറ്റിംഗ് കൊണ്ടുവന്നു. ഇതൊക്കെയാണ് വ്യത്യാസം, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 8GB RAM 128GB പ്രൈസ് വരുന്നത് 35,000 രൂപയാണ്. അതുപോലെ തന്നെ 8GB RAM 256GB പ്രൈസ് വരുന്നത് 37,000 ആണ്. അതുപോലെ തന്നെ 12GB 512GB പ്രൈസ് വരുന്നത് 41,000 രൂപയാണ്. അപ്പോൾ പ്രൈസിൽ വ്യത്യാസമില്ല, പക്ഷേ സ്പെക്ക് വലിയ അധികം ഒന്നുമില്ല. നിങ്ങൾക്ക് ബെറ്ററായിട്ട് വേറെ എടുക്കാൻ പറ്റുമെങ്കിൽ വേറെ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല ഓഫ്ലൈനിലേക്ക് പോയി നിങ്ങൾക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ എടുത്താൽ മതി. കാരണം അതിനുള്ളതൊന്നും ഇല്ല. 41,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇതിലും ഗെയിമിങ്ങും ഇതിലും പെർഫോമൻസും ഇതിലും ക്യാമറയും ഒക്കെയുള്ള മറ്റ് പല ബ്രാൻഡുകളൊക്കെ ഉണ്ട്. മോട്ടറോളയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ നല്ല Edge 50 Proയൊക്കെ അടിപൊളി ക്യാമറ ഫോണുകളൊക്കെയാണ്. അതുപോലെ തന്നെ മറ്റ് ബ്രാൻഡുകളിലേക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡൊക്കെയാണ് പോക്കോ എടുക്കാവുന്നതാണ്. പോക്കോ X6ഉം അതുപോലെ X7 Pro അതുപോലെ തന്നെ F6 ഇതൊക്കെ അടിപൊളി ഫോണുകളൊക്കെയാണ് പെർഫോമൻസ് ബേസിലാണെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ തന്നെ പല ഫോണുകളൊക്കെ ഉണ്ട്. S23 FE ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലും നല്ല പ്രൈസ് ഡ്രോപ്പുകൾ സാംസങ്ങിൻ്റെ S സീരീസിലേക്ക് വരും. അപ്പോൾ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ വിവോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് ഇതിൻ്റെ പ്രൈസിങ്, എങ്ങനെയുണ്ട്. എന്നായിരുന്നാലും ഈ ഒരു പ്രൈസിങ് കുറച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. കാരണം ഇത്ര സ്പെക്കൊക്കെ ഉള്ളൂ എങ്കിലും ഒരു 35,000 എന്നുള്ളത് ഒരു 25,000 രൂപയ്ക്കൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ. പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ പ്രൈസ് കൊണ്ട് ഹൈ ആയി പോവുകയും ചെയ്തു, എന്നാൽ സ്പെക്ക് കൊണ്ട് വളരെ ഡൗൺ ആയി പോവുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരേക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.